നമ്മുടെ ബോഡിയുടെ മെക്കാനിസത്തോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട വിഭവമാണ് എന്ത്? ചേനയും ചേമ്പും കാച്ചിലും കൗത്തും ഭയങ്കര ബന്ധമാണ്. അത് നിത്യമായി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാലോ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന 99% രോഗങ്ങൾ ഉണ്ടാവില്ല. കൃത്യമായി നമ്മൾ കൊണ്ടുപോകണം. മുൻഗാമികൾക്കില്ല. മുൻഗാമികൾക്ക് വലിയ വയറില്ലല്ലോ. പണ്ടത്തെ ആളുകൾക്ക് വയറില്ല. എന്താ കാരണം? രണ്ട് കാരണങ്ങൾ. ഒന്ന്, ഇത്തരം സാധനങ്ങൾ അവർ കഴിക്കും. കുടലിൽ ഈ സാധനം കഴിക്കുന്നവർക്ക് കുടലിൽ ഒരു സാധനം കെട്ടിക്കൂല. കുടലിൽ കെട്ടി നിന്നാലാണല്ലോ എന്തുണ്ടാവുക. അതെ. പിന്നെ നമ്മൾ ഈ അടിവയറ്റിൽ എന്താണെന്നറിയാം, അടിവയറ്റിൽ നീര് പോലെ കാര്യങ്ങൾ കെട്ടി നിൽക്കും. അതും ചേന, ചേമ്പ്, ചേനത്തണ്ട്, ചേമ്പും തണ്ട്, കാവുത്ത്. ചേന, ചേമ്പ്, ചേനത്തണ്ട്, കാവുത്ത് ഇതൊക്കെ കഴിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും നീര് ബോഡിയിൽ കെട്ടി നിൽക്കില്ല. മലം അശേഷം കെട്ടി നിൽക്കില്ല. മലം കെട്ടി നിന്നിട്ട് അത് കൂടുമ്പോഴാണ് ഈ നീര് കെട്ടലും ഈ വയറ് വീർക്കലും ഉണ്ടാവുന്നത്. എല്ലാം നല്ലതാണ്. ചേമ്പ് ചെറിയ ചേമ്പ് വലിയ ചേമ്പ് മാത്രമല്ല, ഒരുപാട് തരം ചേമ്പുകളുണ്ട്. ഇതെല്ലാം അടിസ്ഥാന ഗുണം എല്ലാ ചേമ്പിനും ഒന്നാണ്. പിന്നെ വേറിട്ട പല ഗുണങ്ങളും, ഓരോന്നിനും ഔഷധ ഗുണമുണ്ട്. ചേമ്പ് ഒരു ഔഷധമാണ്. ഈ ഭൂഗോളത്തിൻ്റെ മുകളിൽ കിഴങ്ങ് വർഗത്തിലെ ഏറ്റവും ഔഷധമായ സാധനം ആണ് എന്ത്? ചേന എന്ന് ഓക്സ്ഫോർഡിൻ്റെ പഠനമുണ്ട്. ചേന ലോകത്തെ ഏറ്റവും വലിയ കിഴങ്ങ് വർഗങ്ങളിൽ ഏറ്റവും വലിയ ഔഷധമാണ് എന്ത്? ചേന എന്ന് ഓക്സ്ഫോർഡിൻ്റെയും കേംബ്രിഡ്ജിൻ്റെയും പഠനമുണ്ട്. ഈ 21ാം നൂറ്റാണ്ടിൽ കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡിന് പഠനം നടത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ കാവുത്തിനെ പറ്റി, ചേമ്പിനെ പറ്റി, ചേനയെ പറ്റി. ചേന എന്ന് പറഞ്ഞാൽ മണ്ണിലുണ്ടാകുന്ന വിഭവങ്ങളിൽ ഒരിക്കലും ഭക്ഷണത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ചേന, ചേമ്പ്, കാവുത്ത്. ഒരു ബോധം നമുക്കില്ല. മാസത്തിൽ പോയിട്ട് ഒരു കൊല്ലത്തിൽ ഒരിക്കലും ഈ സാധനം ഉപയോഗിക്കാത്തവരാണ് നമ്മൾ. ആണോ അല്ലേ? ആണോ അല്ലേ? ഒരു കൊല്ലത്തിൽ ഒരിക്കൽ പോലും ചേനയും ചേമ്പും കാവുത്തും ഉപയോഗിക്കാത്തവർ. ഇത് വിളയുന്ന ഒരു നാട്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരു കാവത്തിൻ്റെ ചെറിയൊരു കഷ്ണം ചാണകവും കുറച്ച് വെണ്ണീർ കൂട്ടിയിട്ട് മണ്ണിലാണ് കുത്തിവെച്ചാൽ അതങ്ങോട്ട് വളരും. പിന്നെ വള്ളി പടർത്താൻ പറ്റിയ എന്തെങ്കിലും ഒരു മരമോ മറ്റോ ഉണ്ടായാൽ മതി, അതങ്ങോട്ട് വളരുമെന്ന് പറഞ്ഞാൽ ചില കാവത്തിനെ കുഴിച്ചെടുത്താൽ തീരൂല അല്ലേ? എത്രയോ ഒരു മനുഷ്യൻ്റെ എത്ര ഉണ്ടാവും ചില കാവത്തൊക്കെ. നമ്മളെ മണ്ണിൻ്റെ പ്രത്യേകതയാണിത്. അതായത് മണ്ണിൻ്റെ അടിയിലേക്ക് അതങ്ങോട്ട് പോകും. ആനത്തലയോളം. ഇപ്പോൾ കുംഭത്തിലെ ചേന പോലെ എന്നൊരു പ്രമാണമുണ്ട്.